ഒടുവിലിത ലക്ഷദ്വീപ് ജനതയുടെ പോരാട്ട വീര്യത്തിനുള്ള ചരിത്രപരമായ വിജയമാണ് കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ദ്വീപ് നിവാസികളുടെ പരമ്പരാഗത ഭൂമിയായ ഭണ്ഡാരം ഭൂമിയുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ സ്വീകരിച്ച ഏകപക്ഷീയമായ നടപടികൾ തള്ളിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദ്വീപ് ജനതയുടെ ഭൂമി അവകാശങ്ങളും ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും ഉറപ്പാക്കുന്ന ഈ വിധിയെ ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് അടക്കമുള്ളവർ സ്വാഗതം ചെയ്തു. നീതിയിലും നിയമവാഴ്ചയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ വിജയമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. തലമുറകളായി ദ്വീപുവാസികൾ അനുഭവിച്ചു പോന്നിരുന്ന ഭൂമി അവകാശത്തിന്മേൽ ഭരണകൂടം നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് കേരള ഹൈക്കോടതിയുടെ ഈ വിധി. ഭൂമി ലക്ഷദ്വീപ് ജനതയ്ക്ക് വെറും സ്വത്തല്ല, തലമുറകളായി കൈമാറി വന്ന പാരമ്പര്യവും ജീവിതോപാധിയും അവരുടെ സാംസ്കാരിക അസ്തിത്വത്തിന്റെയും അടിത്തറയാണ്. ജനങ്ങളുടെ നിയമാനുസൃത അവകാശങ്ങളെ ബാധിക്കുന്ന ഏതൊരു നടപടിയും നിയമത്തിന്റെയും ഭരണഘടനയുടെയും ചട്ടക്കൂടിനുള്ളിൽ മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്ന വ്യക്തമായ സന്ദേശമാണ് കേരള ഹൈക്കോടതി ഇതിലൂടെ നൽകുന്നത്. കേസിൽ അക്ഷീണം നിയമപോരാട്ടം നടത്തിയ ഭണ്ഡാരം ഭൂമി ഉടമസ്ഥരെയും അവരുടെ അഭിഭാഷകരെയും ജനകീയ സംഘടനകളെയും ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് അഭിനന്ദിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലക്ഷദ്വീപ് ജനതയുടെ ആശങ്കകൾ സ്വന്തം പ്രശ്നമായി ഏറ്റെടുത്ത് ശക്തമായി പിന്തുണ നൽകിയ കേരള ജനതയോടും അദ്ദേഹം ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നുണ്ട്. ലക്ഷദ്വീപിന്റെ ജനങ്ങൾക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു വിജയമാണ് നേടിക്കിട്ടിയത്. ലക്ഷദ്വീപിന്റെ ജനങ്ങളുടെ പണ്ടാരം ലാൻഡ് പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് ഇറക്കിയപ്പോൾ അതിനെതിരായിട്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ലക്ഷദ്വീപിൻ്റെ MP എന്ന നിലക്ക് 2024 ബഹുഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ച് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പാണ് ലക്ഷദ്വീപ് ഭരണകൂടം ഈ രീതിക്കുള്ള ലക്ഷദ്വീപിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിക്കുള്ള പണ്ടാരം ലാൻഡ് ഉത്തരവ് ഇറക്കിയത്. എന്നാൽ അത് ഞങ്ങൾ പോരാടി. അതിൽ എനിക്കും ഹൈക്കോടതിയിൽ അഭിഭാഷകൻ എന്ന നിലക്ക് മറ്റ് ലക്ഷദ്വീപിലെ ജനങ്ങളെ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഹൈക്കോടതിയിലും ഉന്നയിക്കാനും ആർഗ്യൂ ചെയ്യാനുമുള്ള അവസരം കിട്ടി. അത് ഞാൻ പഠിച്ചോളം ശ്രദ്ധിക്കുന്നു. ലക്ഷദ്വീപിൻ്റെ ലാൻഡ് ടെനൻസി റെഗുലേഷൻ 1965 കമൻസ്മെൻറ്റ് ചെയ്ത സമയത്ത് ഉണ്ടാക്കിയ സമയത്ത് ലക്ഷദ്വീപിലെ പണ്ടാരം ലാൻഡ് കൈകാര്യം ചെയ്യുന്ന പൊസസ് ചെയ്യുന്ന കവൽദാർ ലാൻഡ് ഓണേഴ്സാണ് സെക്ഷൻ 2N അടിസ്ഥാനത്തിൽ. അതിൽ പ്രത്യേകമായിട്ട് സെക്ഷൻ 83 അടിസ്ഥാനത്തിൽ ഓക്യുപ്പൻസി റൈറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ചരിത്രപരമായിട്ടുള്ള ഒരു ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവും. അതുമാത്രമല്ല 2023 ഇറക്കിയ റെഗുലേഷൻസ് ഭരണഘടനാപരമായിട്ട് വിരുദ്ധമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അൺഎൻഫോഴ്സിബിൾ ആണ്. ചരിത്രപരമായിട്ടുള്ള ഹൈക്കോടതി ഉത്തരവും ലക്ഷദ്വീപിൻ്റെ ജനതയെ വിജയത്തിനൊപ്പം തന്നെ മറ്റുള്ള ഈ കേസിന് വേണ്ടി ലക്ഷദ്വീപിലെ ജനതയ്ക്ക് വേണ്ടി അഭിഭാഷകന്മാരായി ഹൈക്കോടതിയിൽ ആർഗ്യൂ ചെയ്ത് എല്ലാവരുടെ വിജയമാണ്, നാട്ടുകാരുടെ വിജയമാണ്, മീഡിയ പേഴ്സൺസിൻ്റെ വിജയമാണ്. എല്ലാവരുടെ കൂട്ടായ്മ കൊണ്ടാണ്, കളക്റ്റീവായിട്ടുള്ള ഒരു എഫർട്ട് കൊണ്ടാണ് ഇന്ന് ഈ വിജയത്തിലേക്ക് ലക്ഷദ്വീപിലെ ജനതയ്ക്ക് കിട്ടാൻ സാധിച്ചത്. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളുടെ ഐക്യദാർഢ്യം ജനങ്ങൾക്ക്, അതായത് ലക്ഷദ്വീപ് ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരുന്നത്. ജനങ്ങളുടെ അവകാശങ്ങൾ മാനിക്കാതെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുതെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പാർലമെന്റിനകത്തും പുറത്തും നിയമ പോരാട്ടങ്ങൾ തുടരുമെന്നും അദ്ദേഹം ഇതിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെ ആകെ ഭൂമിയുടെ ഏകദേശം 70% വരുന്നത് പണ്ടാരം ഭൂമിയാണ്. 16-ാം നൂറ്റാണ്ടിൽ അറക്കൽ രാജവംശത്തിന്റെ കാലത്ത് ഉപയോഗശൂന്യമായി കിടന്ന ഭൂമിയാണ് പണ്ടാരം ഭൂമിയായി പ്രഖ്യാപിച്ചത്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ഭൂമി തദ്ദേശവാസികൾക്ക് കൃഷിക്കായി ദീർഘകാല പാട്ടത്തിന് വിട്ടു നൽകുകയായിരുന്നു. ലക്ഷദ്വീപ് ലാൻഡ് റവന്യൂ നിയമവും ബ്രിട്ടീഷ് കരാറുകളും തങ്ങൾക്ക് സ്ഥിരമായി കൈവശം ഉറപ്പ് നൽകുന്നുണ്ടെന്നും തലമുറകളായി കൃഷി ചെയ്യുകയും കൈവശം വെക്കുകയും ചെയ്യുന്നതിനാൽ ഭൂമിയിൽ പരമ്പരാഗത ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു എന്നും ദ്വീപ് നിവാസികളുടെ വാദമായിരുന്നു. ഈ വാദം ഹൈക്കോടതി പൂർണ്ണമായും ശരിവെച്ചു. പണ്ടാരം ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ഭരണകൂടത്തിനാണെന്നും തദ്ദേശവാസികൾ വെറും പാട്ടക്കാർ മാത്രമാണെന്നുള്ള ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വാദമാണ് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളിയത്. ബൃഹത്തായ ടൂറിസം വികസന പദ്ധതികൾക്ക് വേണ്ടി ഭൂമി തിരിച്ചുപിടിക്കാൻ അഡ്മിനിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയതോടെയാണ് നിയമതർക്കം കോടതിയിലെത്തിയത്. കർഷകരുടെയും ഭൂ ഉടമകളുടെയും വാദം കേൾക്കാതെ അഡ്മിനിസ്ട്രേഷൻ ഇറക്കിയ ഏകപക്ഷീയമായ ഉത്തരവുകൾക്കാണ്
കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ജനദ്രോഹ നടപടികൾക്ക് തടയിടുന്ന ഹൈക്കോടതി വിധി തങ്ങളുടെ മണ്ണിൽ ജീവിക്കാനുള്ള ദ്വീപ് ജനതയുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വലിയ ഊർജമാണ് നൽകുന്നത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുവരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം തുടരാനാണ് ജനപ്രതിനിധികളും ദ്വീപ് നിവാസികളുടെയും തീരുമാനം.